ഒരാഴ്ചത്തെ കുക്കിങ്ങിന് ശേഷം ഫ്രിഡ്ജിലെ പച്ചക്കറികളൊക്കെ തീരാനായപ്പോൾ കിട്ടിയതൊക്കെ കൊണ്ട് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയ ഒരു ഉച്ചയൂണാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചിക്കനും മട്ടനും മീനൊന്നും ഇല്ലാത്ത സുഖമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ലഞ്ചാണ്. ആദ്യം തന്നെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുകും കരിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് ബീൻസും പിന്നെ ഒരു ക്യാരറ്റ് ബാക്കി ഉണ്ടായിരുന്നു, അതും ഇട്ടതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ട് ഇളക്കി ഒരിത്തിരി വെള്ളവും കുടഞ്ഞ് നന്നായി ഇളക്കി അത് ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പരിപ്പും വഴുതനങ്ങയും കൂടിയുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പരിപ്പ് ആദ്യമേ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വേവ് കുറവായിട്ടുണ്ട്, അതൊന്നും കൂടെ വേവിക്കാനായിട്ട് മാറ്റി വെച്ച സമയം കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നതിനുള്ള കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടതിന് ശേഷം തിളയ്ക്കുമ്പോൾ ചെറുതായി അരിഞ്ഞ് കോളിഫ്ലവർ ഇട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത വഴുതനങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് സവോളയും തക്കാളിയും കൂടെ വഴറ്റിയത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലൊരു ഇത്തിരി ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ചെറിയ വഴുതനങ്ങ മുഴുവനായിട്ട്, അതായത് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതിന് ഞെട്ടോടുകൂടി എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇങ്ങനെ പരിപ്പിൽ വേവിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഒരിത്തിരി ജീരകം വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ അരച്ചിട്ട് നന്നായിട്ട് അരച്ച്, അതായത് നല്ല വെണ്ണ പോലെ അരച്ചതിന് ശേഷം ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് നല്ലൊരു താളിപ്പും കൂടെ ചേർക്കുക. ഒരിത്തിരി പെരുങ്കായം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം സാമ്പാർ പോലെ ഉണ്ടെങ്കിലും ഞങ്ങളിതിനെ പരിപ്പും വഴുതനങ്ങ കറി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ റൈസ് കുക്കറിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല കുത്തിരി ചോറാണ്. ഇനി കോളിഫ്ലവർ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരിത്തിരി ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കോളിഫ്ലവറായിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് വെക്കുക. സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഒനിയൻ റൈസ് പപ്പടം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച കപാലീശ്വര കോവിലിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയുള്ളിയും കൂടെ കൂട്ടി ഉണ്ടാക്കിയ അരിപ്പപ്പടം. അപ്പോൾ ഇത് നല്ല ചൂടുള്ള എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് വേണം കോളിഫ്ലവർ ഇടാനായിട്ട്. അതിന് ശേഷം വേണം തീ ഒന്ന് കുറച്ച് വെക്കാൻ. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ കിട്ടുക. നല്ല ആവി പറക്കുന്ന കുത്തിരി ചോറിൻ്റെ കൂടെ ക്യാരറ്റ് ബീൻസ് ഉപ്പേരി, കോളിഫ്ലവർ ഫ്രൈ, അരിപ്പപ്പടം, പിന്നെ അരിപ്പപ്പടത്തിൻ്റെ അടിയിൽ ലെമൺ ഡേറ്റ്സ് അച്ചാറും കൂടി ഉണ്ട് കേട്ടോ, കാണാത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ പരിപ്പും വഴുതനങ്ങ കറിയും, പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട തൈര്. തൈരില്ലാതെ എന്താഘോഷം.